വേനൽ സൂര്യൻ അതിന്റെ പരമാവധി ശേഷിയിൽ കത്തിയാളുന്ന മാസങ്ങളാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 16 സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനത്ത് പുത്രദുഃഖമടക്കം നെഞ്ചിൽ വേദനയുടെ തീരാനെരിപ്പോടെരിയുന്ന അമ്മമാർ 100 പേർ ചേർന്ന് കൊളുത്തിവെച്ച വിളക്കു വെളിച്ചത്തിൽ തുടങ്ങിയൊരു യാത്ര SKN40. 40 മഹത്തായ വർഷങ്ങൾ തന്റെ കർമ്മപഥത്തിൽ പൂർത്തിയാക്കിയ ഒരു മനുഷ്യൻ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് തന്റെ സഹപ്രവർത്തകരുടെ കൈപിടിച്ച് ആ കത്തിയാളുന്ന വെയിൽച്ചൂടിലേക്ക് കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഒരു ദൗത്യമായി ഇറങ്ങാൻ കാരണമുണ്ട്. കൊളംബിയൻ തെരുവുകളിൽ, മെക്സിക്കോയിൽ, ഫിലിപ്പൈൻസിൽ രക്തം കണ്ട് അറപ്പുമാറിയ മയക്കുമരുന്ന് അടിമകളുടെ ജംഗിക്കൂട്ടത്തിന്റെ അരാജക പടയോട്ടം കണ്ട് നരകനാടുകൾ എന്ന് അമ്പരന്നവരാണ് നമ്മൾ. പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ നവോത്ഥാന കേരളത്തിലെ മനസാക്ഷിയുടെ തീക്കണ്ണീരിൽ അതേ അമ്പരപ്പ്, അമ്മമാരുടെ കഴുത്തറക്കാൻ കൈവറയ്ക്കാത്ത, പിതാക്കന്മാരുടെ തലയറഞ്ഞു കീറാൻ മടിക്കാത്ത, പെറ്റ വയറിനെ പോലും ആസക്തിക്കണ്ണിൽ കാണുന്ന അന്ധക വിത്തുകൾ, മുടിഞ്ഞ മക്കൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിക്ക് MDMA കൊടുക്കുന്ന ഒരു സഹോദരൻ, സഹോദരിയുടെ 7 മാസം നിറവയർ ഗർഭത്തിന് ലക്ഷ്യം തെറ്റാതെ ചവിട്ടിക്കലക്കുന്ന കൂടപ്പറപ്പ്, കേട്ടാൽ പേടിയാവുന്നൊരു വാർത്തകളുടെ കുത്തൊഴുക്കിൽ പകച്ചവരാണ് നമ്മൾ. ബ്രൂട്ടാലിറ്റിയുടെ വേരുകൾ ചെയ്യുമ്പോൾ കാണാം വലിച്ചു കയറ്റുന്ന ഒരു രാസലഹരി പകർന്നു കൊടുക്കുന്ന ഒരു ഭ്രാന്ത്. അതിനെതിരെ ഈ പോയ 32 നാളുകൾ ഞങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ സമരത്തിലാണ്. ആ ദൗത്യ സംഘത്തെ കേൾക്കാൻ അവർ പറയുന്ന ആധികളെ നെഞ്ചോട് ചേർത്ത് ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരോട് സാഗരം പോലെ ഇരമ്പിയാർത്തിയ സ്നേഹത്തിന് അഭിവാദ്യങ്ങൾ, പറഞ്ഞാൽ തീരാത്ത കടപ്പാട്. വാർത്തകൾക്കപ്പുറം നാടിന്റെ ശബ്ദമാകാൻ ആർജവമുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് ചെയ്യാൻ പലതുണ്ട് എന്ന ദൃഷ്ടാന്തമാണ് തെരുവുകളിൽ കേട്ട ശബ്ദം. പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂ. രാഷ്ട്രീയ യാത്രകളിൽ യാത്ര തുടങ്ങും മുൻപാണ് ദീപശിഖ തെളിയിക്കലെങ്കിൽ ഇവിടെ തെക്ക് നിന്ന് വടക്ക് ആ യാത്ര പൂർത്തിയാക്കിയ ശേഷമാണ് ദീപശിഖ. വ്യക്തമാണ് സന്ദേശം. ഈ കാലം സാക്ഷിയാക്കി നമ്മൾ പ്രഖ്യാപിക്കുന്നു, നരാധമന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഞ്ചനാവലയിലാക്കി കൊന്നൊടുക്കൽ അനുവദിക്കില്ല. ഞങ്ങൾ ജീവൻ കൊടുത്തും ഈ കേരളത്തിന് കാവലാണ്. അവിശുദ്ധ പണത്തിൽ കൊഴുത്തവരെ, മരണത്തിന്റെ വ്യാപാരികളെ, ഈ അറബിക്കടൽ സാക്ഷി, ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത് ദാക്ഷിണ്യമില്ലാത്ത യുദ്ധമാണ്. തോൽക്കാൻ തയ്യാറല്ലാത്തൊരന്തിമ യുദ്ധം. ഹലോ കോഴിക്കോട്. നമ്മൾ 1 ലക്ഷം പേർ അണിനിരക്കുന്ന മഹാസമ്മേളനം ആരംഭിക്കുകയായി. നിങ്ങൾക്കറിയുന്നത് പോലെ കേരളത്തിലെ 14 ജില്ലകളിലൂടെ 30 ദിവസങ്ങളിലധികം നീണ്ടുപോയ ഒരു യാത്രയുടെ അന്ത്യം കുറിക്കുന്ന മഹാസമ്മേളനം. എന്നാൽ ഇവിടെ നമ്മളൊരു തുടക്കം കുറിക്കുകയാണ്. കുരുന്നുകളെ നശിപ്പിക്കുകയും ഈ നാടിന് പുഴുക്കുത്തേൽപ്പിക്കുകയും ചെയ്യുന്ന നരാധമന്മാരായ
രാസലഹരി വിൽപ്പനക്കാരെ കെട്ടുകെട്ടിക്കും എന്ന് പ്രതിജ്ഞയെടുത്തായിരിക്കും ഈ സാഗരം അറബിക്കടലിൽ സാക്ഷിയാക്കി നമ്മളിന്ന് മടങ്ങിപ്പോവുക. എല്ലാവർക്കും സ്വാഗതം. ഇത്രയധികം വേനൽ ചൂടിലും നിങ്ങൾ ഒഴുകിയെത്തി, സന്തോഷം. നമ്മൾ ഔപചാരികമായ യോഗം ആരംഭിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു പറയാം. ഏവർക്കും സ്വാഗതം. ഹാപ്പി ഈസ്റ്റർ. നമ്മളെ യാത്രയിൽ ഉടനീളം ഒരു പ്രതിജ്ഞ ഏറ്റുചൊല്ലി. ശരിക്കും ഈ പ്രതിജ്ഞ ചോരകിനിയുന്ന ആത്മാർത്ഥതയോടെ നമ്മൾ മലയാളി ജനസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടിൻ്റെ ഈ മണ്ണിൽ എല്ലാവിധമായ രാസലഹരി വ്യാപനത്തിനും തടയിടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പ്രതിജ്ഞ നിങ്ങളേവരും ഏറ്റുചൊല്ലുന്നതോടെ നമ്മളുടെ ഈ യോഗത്തിന് ഔപചാരികമായി തുടക്കമാകും. എല്ലാവരും എഴുന്നേറ്റ് തന്ന കൈ മുന്നോട്ട് നീട്ടി 100% ആത്മാർത്ഥതയോടെ കേരളത്തിൻ്റെ മണ്ണിനെ മുറിവേൽപ്പിക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കില്ല എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഈ പ്രതിജ്ഞ നമ്മൾ ഈ നിമിഷം എടുക്കുന്നു. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ തിരിച്ചറിയുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ഈ ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് ഞാൻ തടയുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു.